ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. എനിക്ക് അതിൻ്റെ അർത്ഥം ആദ്യമൊന്നും യഥാർത്ഥത്തിൽ മനസ്സിലായിരുന്നില്ല. എന്താണ് ഈ സമയത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ? പിന്നെ മെല്ലെ മെല്ലെയാണ് എനിക്കതിൻ്റെ ഒരു വലിയ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലായത്. സമയത്തെ നിയന്ത്രിക്കുക, അതിനോടനുബന്ധിച്ച് തന്നെയാണ് ആക്റ്റീവ് ഇൻകം പ്രവർത്തിക്കുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളും, അത് ഡോക്ടറായിക്കൊള്ളട്ടെ, ഒരു സാധാരണ ലേബർ ആയിക്കൊള്ളട്ടെ, അധ്വാനിച്ച് പണം നേടുക എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അയാളുടെ സമയമാണ് മറ്റുള്ളവർക്ക് നൽകുന്നത് എന്നുള്ളത്. ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ നമ്മളതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ സമയം മറ്റുള്ള വ്യക്തികൾക്ക് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് നൽകിക്കൊണ്ട് നമുക്കതിന് വേതനം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആക്റ്റീവ് ഇൻകം അതുതന്നെയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ സമയത്തെ വിലക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തി, അയാളാണ് സമയം നൽകുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ സാമ്പത്തികമായി ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ബിസിനസ്മാൻ എന്ന് പറയുന്നതും മുതലാളിമാർ എന്നൊക്കെ പറയുന്നതും നമ്മുടെ സമയത്തെ വാങ്ങിക്കാൻ ശേഷിയുള്ള വ്യക്തികളെ തന്നെയാണ്. അതൊരു പക്ഷേ ഒരു വലിയ പ്രസ്ഥാനമായാലും ശരി, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആയാലും ശരി. ഈ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തി മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാക്കുകൾ, അതിനെ നമ്മൾ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ച് സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് ഞാൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 ഫിനാൻഷ്യൽ പ്രോഗ്രാം എന്നെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ഒരു വാചകത്തെ ഞാനിന്ന് ഓർത്തെടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുമായി കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖല എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയെ കാണുന്നത് പോലെയാണ് പലപ്പോഴും ആളുകൾ കാണാറുള്ളത്. പക്ഷെ ഒരിക്കലും അത് അങ്ങനെയല്ല. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, മൾട്ടി ലെവൽ മേഖലയും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമയം വിലക്ക് വാങ്ങുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നാണ്. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നിർദ്ദേശം തരുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളവിടെ എപ്പോഴും ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ തൊഴിലാളി തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുന്നിൽ പേൾവെയിൻ അവതരിപ്പിക്കുന്ന ഈ 6 പ്രൊജക്റ്റുകൾ, അതിൽ 4 പ്രൊജക്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി സിസ്റ്റം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് സോഷ്യൽ മീഡിയ ആയാലും ശരി, മൊബൈൽ നെറ്റ്വർക്ക് ആയാലും ശരി, ഗെയിമിംഗ് ആയാലും ഇ കൊമേഴ്സ് ആയാലും ഒക്കെ നമുക്കതിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കലി മാറുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 6 പ്രൊജക്റ്റിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആവുന്നതിന് ഒരു കാര്യം സിസ്റ്റം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത്, ട്രസ്റ്റ് വാലറ്റ് മീൻസ് നമുക്കിപ്പം ഫിസിക്കൽ കറൻസി കൈകാര്യം ചെയ്യുന്നത് പേഴ്സ് ആണെങ്കിൽ, ഡിജിറ്റൽ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് വാലറ്റുകളാണ്. ആ ഒരു വാലറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് 1000 PVC മെറ്റ വാങ്ങി ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി സ്വതന്ത്രനാവുന്നത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സിസ്റ്റം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എത്ര മണി മുതൽ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എത്ര മണിക്ക് ക്ലോസ് ചെയ്യണം,
ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വാചകത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഈ വാക്കിൻ്റെ പ്രസക്തി. സമയത്തെ എനിക്കിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നു. ഏകദേശം 47-48 വയസ്സായ എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ എൻ്റെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും എൻ്റെ കഴിഞ്ഞ കാല ഞാൻ പണം കണ്ടെത്താൻ ഉപയോഗിച്ച മാർഗങ്ങളിലൊക്കെ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അരക്കിയോ ആയിരുന്നു. അരക്കിയോ മീൻസ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ PRO മുതൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നെ നിയന്ത്രിച്ചിരുന്നത്. ഒരിക്കലും എനിക്ക് സ്വതന്ത്രമായി എൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം, പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന പ്രോഗ്രാം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള, അതിനു വേണ്ട സമയം കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് നേടാൻ കഴിയുന്ന ഒരു നല്ലൊരു തുക രാവിലെ തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. പലപ്പോഴും നമുക്ക് ഒരു പണം കണ്ടെത്തുന്നുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നിശ്ചിത മണിക്കൂർ നമ്മൾ കൃത്യമായി ചെലവഴിക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി പണം പ്രവർത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പേൾ വെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എൻ്റെ വാലറ്റിലേക്ക് എനിക്ക് ഇന്ന് ലഭിക്കാനുള്ള പണം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ സിസ്റ്റം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി നമ്മൾ വീണ്ടും എനിക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതുപോലെ ഈ ഒരു വാക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ആ ഒരു നിമിഷം മുതൽ മാത്രമാണ് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പേൾ വെയിൻ ഇൻ്റർനാഷണൽ. പറയാൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ മേഖലയിൽ ഒട്ടനവധി ലീഡേഴ്സുമായി വളരെ നല്ല ബന്ധം ഉള്ള ഒരാളാണ് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 75-80% ആളുകൾക്കും ഇപ്പോഴും ഈ പറയുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരിപ്പോഴും ഏതൊക്കെയോ കമ്പനിയുടെയോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ ചാർട്ടിനുള്ളിലാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ പഠിച്ച ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അതെൻ്റെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്. അതിന് ടാർഗറ്റോ ടെറിട്ടറിയോ മന്ത്ലി ക്ലോസിങ്ങോ അങ്ങനെ ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ റെഫറൽ മാർക്കറ്റിങ്ങിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 190 ദിവസം എനിക്ക് റെഫറൽ കമ്മീഷൻ ലഭിക്കും. ആ സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ 190 ദിവസം എന്നുള്ളത് ലൈഫ് ലോങ്ങായി മാറാനുള്ള അവസരവും കൂടി സിസ്റ്റം നമുക്ക് തരുന്നു. അതുപോലെ തന്നെയാണ് റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വ്യക്തികളെ സംബന്ധിച്ച് എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ. വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? അവരുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 100% പറയാം, ഒരു 6 മാസം കൊണ്ട് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ കഴിയും. നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതും പറയേണ്ടതും ജീവിതത്തിൽ വിജയിച്ച ആളുകളോടും സാമ്പത്തികമായി വിജയിച്ച ആളുകളോടുമാണ്. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവൻ 20-21 വയസ്സായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെ ഉപദേശിക്കാൻ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും. അങ്ങനെയുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ പണമുണ്ടാക്കാൻ അറിയാത്ത, പണം കൃത്യമായി സൂക്ഷിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയുടെ ഉപദേശം പോലും നീ കേൾക്കരുത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും പണം തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വെച്ച് പണമാണ് എല്ലാം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പണമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയവും നേടാൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പേൾ വെയിൻ ഇൻ്റർനാഷണൽ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീം നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ടീം കണ്ണൂർ
വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ, പിന്നെ എൻ്റെ പേര് ഷാജി, ഞാൻ കണ്ണൂരാണ്. അതുപോലെ ഈ വീഡിയോ അത്യാവശ്യം കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വീഡിയോ ആരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കാണുന്നതോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ ഒരു പ്രോഗ്രാം ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരിക. കാരണം ഇനി നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു മാർഗമല്ലാതെ മറ്റൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ താങ്ക് യു സോ മച്ച്.